Hi, it's me Kalakama Mahal. Welcome to this new episode. Marriage is not a final word of a woman. Marriage ഒരു സ്ത്രീയുടെ അവസാന വാക്കല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ കേജ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അല്ല. ഇന്ന് പല സ്ത്രീകളും പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നതും വളരെ നല്ല കഴിവുള്ള സ്ത്രീകൾ തങ്ങളുടെ കഴിവുകളെ ഒതുക്കി വയ്ക്കുന്നതും മാരേജ് എന്ന് പറയുന്ന ഒറ്റ കോൺട്രാക്റ്റിനകത്ത് കണക്റ്റ് ആയി നിൽക്കുന്നത് കൊണ്ടാണ്. ബട്ട് ഇന്ന് കാണാൻ പറ്റുന്ന ചില നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ദ മാരേജ് ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് വളരെ അധികമായിട്ട് കാണുന്നുണ്ട്. സോ ഈ കാലഘട്ടത്തിലെ റിയാലിറ്റി എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ വാല്യൂ എന്താണ്, സ്ത്രീക്ക് പുരുഷന്മാരെ പോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഈ സൊസൈറ്റിക്കകത്ത് നിന്ന് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിവ് ഇന്ന് ചില വ്യക്തികൾ, അതായത് നല്ലവരായ പുരുഷന്മാർ അത് റിസീവ് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചിലയിടങ്ങളിൽ ചില സ്ത്രീകൾ മാരേജ് എന്ന് പറയുന്ന ഒറ്റ കാര്യത്തെ അതൊരു ബൗണ്ടറി ആയിട്ട് സ്വന്തമായിട്ട് തന്നെ വിലയിരുത്തിക്കൊണ്ട് അതിനകത്ത് ലോക്കായിട്ട് കിടക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാരേജ് എന്ന് പറയുന്നത് അതൊരു ഫൈനൽ വേർഡല്ല. അവളുടെ ശരിക്കുള്ള ആ ഒരു പുതിയ ലൈഫിലേക്ക് അവൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുകയാണ്, കുറച്ചുകൂടെ ഐഡിയോളജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് കേട്ട് ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു എൻഡർ പോയിൻ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും മാരേജ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചാൽ മതിയാകും, മാരേജിന് മുൻപും മാരേജിന് ശേഷവും. മാരേജിന് മുൻപ് ചില ഉഴപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആഫ്റ്റർ ദ മാരേജ് സ്ത്രീകൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സമയം തന്നെ പല കാര്യങ്ങൾക്കകത്ത് ശ്രദ്ധ വെക്കാൻ പാകത്തിന് സ്ത്രീകൾ കേപ്പബിളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു സെൽഫ് ലൈഫിനകത്ത് ആ ഒരു സെൽഫ് അംബീഷനെ, ആ ഒരു സെൽഫായിട്ടുള്ള ആ ഒരു റിയൽ ഐഡൻറ്റിറ്റീനെ പുറത്തു കൊണ്ടുവന്നുകൂടാം? സോ മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്, ബട്ട് നിങ്ങളൊരിക്കലും അതിനകത്ത് ലോക്കാകരുത്. ഒരേ സമയം ഫാമിലിക്കും കുഞ്ഞുങ്ങൾക്കും പാർട്ട്ണറിനും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് വൈകരുത്, അല്ലെങ്കിൽ മറക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ എടുക്കുന്ന ചില പ്രയോറിറ്റീസ് മാരേജ് എന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് മാറ്റിവെക്കരുത്. നഷ്ടപ്പെടുന്നത് എപ്പോഴും ചില പ്രയോറിറ്റീസ്, അല്ലാന്നുണ്ടെങ്കിൽ സെൽഫായിട്ടുള്ള ചില ഇമ്പോർട്ടൻസും പ്രയോറിറ്റീസും മാറ്റിവെക്കുന്നവർക്കാണ് എപ്പോഴും നഷ്ടം കൂടുതൽ. സോ ബി വെരി കെയർഫുൾ. മാരേജ് ഈസ് നോട്ട് എ ഫൈനൽ വേർഡ് ഓഫ് എ വുമൻ. ഇറ്റ്സ് എ special and new entry for do everything with family support. Thank you.